നടരാജ, സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ അജയ്കുമാർ എങ്ങനെ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി? അതിന് കൃത്യമായ ഒരു വിശദീകരണം, മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് നമുക്കൊരു പക്ഷെ വരും മണിക്കൂറുകളിൽ ലഭിച്ചേക്കാം. എത്ര വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് എന്നതുകൂടി നമുക്ക് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, തെളിവുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമലയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കൂടുതൽ പരിശോധനയിലേക്കും ആഴത്തിൽ ഈ ക്രമക്കേടിനെ കുറിച്ച് പഠിക്കുമ്പോഴും എന്താണ് നമുക്ക് വ്യക്തമാകുന്നത്? ഈ രീതിയിൽ വ്യാജന്മാർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് സംബന്ധിച്ച് എന്താണ് BLOയ്ക്ക് നൽകുന്ന ഒരു വിശദീകരണം? എന്തായാലും മീഡിയ വൺ പുറത്തുവിട്ട വാർത്തകൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. രാഷ്ട്രീയ കേരളത്തിലെ പ്രമുഖ നേതാക്കൾ നമ്മുടെ വാർത്തകളോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കെ മുരളീധരനും VS സുനിൽകുമാറും വിവിധ പാർട്ടികളുടെ അധ്യക്ഷന്മാരും നേതാക്കളും ഒക്കെ തന്നെ നമ്മുടെ വാർത്തയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നും വലിയ വാർത്തകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വ്യാജ വോട്ട് പട്ടികയിൽ കയറിയെ സംബന്ധിച്ച വാർത്തയോട് ശിവൻകുട്ടിയാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഇത്തരം മറിമായങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ലെന്ന് CPMന്റെ മുതിർന്ന നേതാവ് കൂടിയായ ശിവൻകുട്ടി പറയുന്നു. സുരേഷ് ഗോപിക്ക് നാണമില്ലേ? വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്നും സുരേഷ് ഗോപി രാജിവെച്ച് സ്ഥാനമൊഴിയണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ 30,000 മുതൽ 60,000 വരെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറയുന്നു. റീഎലക്ഷൻ വേണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ എല്ലാവരും തന്നെ തൃശ്ശൂരിലെ ജനവിധിയെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. മാനിപ്പുലേറ്റഡ് വിക്ടറി ഹാഷ്ടാഗാണ് കഴിഞ്ഞ ദിവസം സുനിൽകുമാർ ഇതിനായി ഉപയോഗിച്ചതും. എന്തായാലും അല്പസം മുമ്പ് നമ്മൾ പുറത്തുവിട്ടതുപോലെ BLO ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു. BLO പറയുന്നത് താൻ ആബ്സെന്റ് ലിസ്റ്റിൽപ്പെടുത്തിയ പല വോട്ടുകളും വോട്ടർ പട്ടികയിൽ വന്നതായി കാണുന്നു. ഈ നമ്മൾ പുറത്തുവിട്ട വാർത്തയിലുള്ള പേരുകൾ പലതും ആബ്സെന്റ് ലിസ്റ്റിൽപ്പെടുത്തിയാണ് കൊടുത്തത്. പിന്നീട് അതെങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ അക്കാലത്ത് പരിചയക്കുറവുള്ള ഒരു BLO ആയിരുന്നു, പുതിയ ആളായിരുന്നു. ചട്ടം പാലിച്ചാണ് താൻ പ്രവർത്തിച്ചത്. തൻ്റെ ഭാഗത്തുനിന്നും വീഴ്ച വന്നിട്ടില്ല. തൻ്റെ കാര്യത്തിൽ തനിക്കത് ബോധ്യമുണ്ടെന്നും താൻ നേരിട്ട് പരിശോധിച്ചവ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, മറ്റുള്ളവർ തള്ളിയിട്ടുണ്ടെന്നും BLO ആനന്ദ് C മേനോൻ മീഡിയ വണ്ണോട് പറഞ്ഞിരുന്നു. എന്തായാലും ഇതിലൊക്കെ തന്നെ ദുരൂഹത നിൽക്കുന്നുണ്ട്. BLO അത്തരത്തിൽ ലിസ്റ്റിൽപ്പെടുത്തിയെങ്കിൽ അതെങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നത്? അതോ അദ്ദേഹം അത് ആബ്സെന്റ് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തി തള്ളി എന്ന് പറയുന്നത് ശരി തന്നെയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും ദുരൂഹതകൾ ബാക്കിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വ്യക്തത വരുത്തേണ്ടത്.